നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഉദ്ഘാടനത്തിന് മുൻപ് ചോർന്നൊലിച്ച് മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ മന്ദിരം. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മന്ദിരമാണ് ചോർന്നൊലിക്കുന്നത്. വാട്ടർ പ്രൂഫ് കെമിക്കൽ ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ച കരാറുകാർ. ശ്രമം തടഞ്ഞ ഡിവൈഎഫ്ഐ. ചികിത്സ തേടി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർ ദുരിതത്തിൽ. പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകുന്നു. മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് 2 ദിനം പിന്നിട്ടു. നടപടിയെടുക്കാതെ അധികൃതർ. തമിഴ് സംഘത്തിന്റെ നിവേദനം ഫലം കണ്ടു. മൂവാറ്റുപുഴയിൽ നിന്ന് തെങ്കാശിയിലേക്ക് KSRTC ബസിന്റെ സർവീസ് ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സംരക്ഷണ ഭിത്തി തകർന്നു. കച്ചേരി താഴത്തെ ആൽമരം അപകട ഭീഷണിയിൽ. ഏത് നിമിഷവും മരം നിലം പതിക്കും. വെട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. KSTA മൂവാറ്റുപുഴ ഉപജില്ലാ കമ്മിറ്റി തണ്ണീർപ്പന്തൽ ആരംഭിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ UP സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിന് സമീപമാണ് തണ്ണീർപ്പന്തൽ ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്ത DYFI ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം. തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് സ്വീകരണം നൽകിയത്. പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മുളവൂർ ഗവൺമെന്റ് UP സ്കൂൾ മന്ദിരം ഉദ്ഘാടനത്തിന് മുൻപ് ചോർന്നൊലിക്കുന്നു. മാത്യു കുഴൽനാടൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത്. ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. 2 ആഴ്ച മുൻപ് പെയ്ത മഴയിൽ കെട്ടിടം ചോർന്നൊലിക്കുകയായിരുന്നു. കെട്ടിടത്തിൽ പല സ്ഥലങ്ങളിലായി ചോർച്ചയും വിള്ളലും കണ്ടെത്തിയതോടെ ഉയർന്ന പരാതികൾക്കൊടുവിൽ കരാറുകാരൻ കഴിഞ്ഞ ദിവസം വാട്ടർ പ്രൂഫ് കെമിക്കൽ ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. തുടർന്ന് DYFI പ്രവർത്തകരെത്തി ശ്രമം തടഞ്ഞു. പലവിധ രോഗങ്ങളാൽ ചികിത്സ തേടി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർ ദുരിതത്തിൽ. പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകുന്നതാണ് ആശുപത്രിയിൽ എത്തുന്നവരെ ദുരിതത്തിലാക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകുന്നതോടെ ദുരിതത്തിലായി രോഗികൾ. ആശുപത്രി പരിസരത്തു നിന്നൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന മലിനജലത്തെ മറികടന്ന് വേണം രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. 2 ദിവസമായി ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രവേശന കവാടത്തിലൂടെ ഒഴുകിയെത്തുന്ന ശുചിമുറി മാലിന്യം ഉൾപ്പെടെ എത്തുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. അതായത് ഈ കക്കൂസ് മാലിന്യമായി വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വേറെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ഈ കാനേക്കടയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് വന്നിട്ട് ഞങ്ങളുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് കടന്നിട്ട് ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ജനങ്ങൾ മുഴുവനും അവരുടെ ഷർട്ടും മുണ്ടും ആകെ നാശമായി ഇവിടെ പോയിട്ട് ഞങ്ങൾ ഓഫീസർമാരെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാൽ അവരിവിടെ വരുമോ അത് നോക്കുകയോ അത് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു സംഭവമായിരുന്നു. സെപ്റ്റിക് ടാങ്ക് ഓപ്പണായിട്ട് തന്നെ ഇതൊരു 3-4 മാസം മുമ്പ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തെല്ലാം ശരിയാക്കി 2 കുഴി കുഴിച്ചിട്ടാണ്. 2 കുഴി കുഴിച്ചിട്ടിട്ട് അതിലേക്ക് വിട്ടു. ഇപ്പോൾ ആ വെള്ളം കൂടെ ഓഫറായി ഒരു വേസ്റ്റ് പണിയാണ് 2 കുഴിയിട്ട്. ആ വലിയ സെപ്റ്റിക് ടാങ്കിലെ വെള്ളവും അതുമായിട്ടൊരു ബന്ധമില്ല. ചുമ്മാ കാശ് കളഞ്ഞേ ഉള്ളൂ മുനിസിപ്പാലിറ്റി ചുമ്മാ. ഇത് അധികാരം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. ഞങ്ങൾ കംപ്ലൈൻറ്റ് ഇന്നലെയൊക്കെ പുഴ ഒഴുകുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇതിനൊരു പരിഹാരം കാണണം. മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ ആശുപത്രി പരിസരത്ത് നിന്നും മലിനജലം ഒഴുകിയിരുന്നു. ദിനംപ്രതി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നടക്കം ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് ആളുകളാണ് മലിനജലം ഒഴുകുന്നതോടെ ദുരിതത്തിലായിരിക്കുന്നത്. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, 1-way ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ നിന്ന് തെങ്കാശിയിലേക്ക് KSRTC ബസിന്റെ സർവീസ് ആരംഭിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്യു കുഴൽനാടൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. മൂവാറ്റുപുഴയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള KSRTC ബസിന്റെ സർവീസ് ആരംഭിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലെത്തി വിവിധ ജോലികൾ ചെയ്യുന്നവരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഫലം കണ്ടത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് മൂവാറ്റുപുഴയിലെ തമിഴ് സംഘം ഗ്യാരേജിൽ നിന്ന് വാഹനം സ്റ്റാൻഡിലെത്തിച്ചത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ധാരാളം പേര് തെങ്കാശി ഭാഗത്തുനിന്നുള്ളവരുണ്ട്, ധാരാളം പേര് തേനി ഭാഗത്തുനിന്നുള്ളവരുണ്ട്, കുറേയധികം പേര് നാഗർകോവിൽ ഭാഗത്തുനിന്നുള്ളവരുണ്ട്, പിന്നെ ബാക്കി തമിഴ്നാട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്.
അപ്പോൾ അവരുടെയൊക്കെ ഒരു ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുന്ന് തെങ്കാശിക്കൊരു നേരിട്ടൊരു ബസ് ഉണ്ടാകണമെന്നുള്ളത്. അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. പാസഞ്ചർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് എൻ്റെ കയ്യിൽ വന്നു. ഞാനത് ഔദ്യോഗികമായി മന്ത്രിക്കും അതുപോലെ വകുപ്പിനും ഫോർവേഡ് ചെയ്തു. അത് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അന്നോട് കൂട്ടായി നമ്മളോടൊപ്പം നിന്നു. കമ്മ്യൂണിസ്റ്റ് സംഘത്തിൻ്റെ ആളുകൾ അതിന് വേണ്ടിയിട്ട് പിന്നിൽ നിന്നും പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി പ്രതിസന്ധികൾക്കിടയിലായിരിക്കുന്ന KSRTC ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്നും തെങ്കാശിയിലേക്ക് നമുക്ക് ഒരു റൂട്ട് അനുവദിച്ചിരിക്കുകയാണ്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൌൺസിലർമാരായ ജിനു ആന്റണി, അമൽ ബാബു, കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് അനിൽ വാളകം, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോ, ജനറൽ കൺട്രോളിംഗ് ഓഫീസർ ബിനു KB, തമിഴ് സംഘം മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് S അബ്ദുൾ ജബ്ബാർ, ജനറൽ സെക്രട്ടറി J വിക്ടർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴയിലെത്തി ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളുടെ സംഘടനയായ തമിഴ് സംഘം മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നൽകിയ നിവേദനം അംഗീകരിച്ചതോടെയാണ് ബസ് സർവീസ് ആരംഭിച്ചത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്യു കുഴൽനാടൻ MLA ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് പകൽ 2:15 പുറപ്പെടുന്ന ബസ് രാത്രി 8:40 തെങ്കാശിയിലെത്തും. തെങ്കാശിയിൽ നിന്ന് രാത്രി 11 പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം പുലർച്ചെ 5:25 മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തുന്ന വിധമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 205 കിലോമീറ്റർ ദൂരം 6.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. 2024 നവംബറിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ് സംഘം നിവേദനം നൽകിയിരുന്നു. തുടർന്നാണ് ബസ് റൂട്ട് അനുവദിച്ചത്. കച്ചേരിത്താഴത്തെ ആലിമരത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന നിലയിൽ ഏത് നിമിഷവും മരം നിലം പതിക്കാവുന്നതിനാൽ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കച്ചേരിത്താഴത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങി സംരക്ഷണ ഭിത്തി തകർന്നതോടെ യാത്രക്കാർ അപകട ഭീഷണിയിൽ. പതിറ്റാണ്ടുകളായി കച്ചേരിത്താഴത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായി നിൽക്കുന്ന ആൽമരമാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകട ഭീഷണിയായി സംരക്ഷണ ഭിത്തി തകർന്നു നിൽക്കുന്നത്. കച്ചേരിത്താഴത്തെത്തുന്നവർക്ക് തണലേകി നിൽക്കുന്ന ആൽമരം അപകട ഭീഷണിയിലായതോടെ മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നഗരത്തിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആൽമരം തടസ്സമാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. പൊതുജനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്ന ആൽമരം വെട്ടിമാറ്റണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. വളർന്നു വന്നപ്പോൾ നമുക്ക് തണലായിരുന്നു. പക്ഷേ അതിപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ വികസനത്തെ തടസ്സമാണ്. ഈ വെട്ടിക്കളയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും. വെട്ടുന്നത് നല്ലതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു, വാഹനങ്ങൾ തടസ്സമെന്നായിരുന്നു ഈ റോഡ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. റോഡിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടെ കിട്ടി നല്ല രീതിയിൽ പണി കഴിക്കാനുള്ള തീരുമാനമെടുത്തിരുക. നല്ല ഭരണാധികാരി MLA അടക്കമുള്ള ആളുകളെല്ലാം നല്ല മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് റോഡ് നന്നായിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ്. അപ്പോൾ ചില ആളുകൾ ആല് വെട്ടരുത് എന്നൊക്കെ പറഞ്ഞ് മുൻപൊരു പ്രാവശ്യം ഇവിടെ ഒരു സമരമൊക്കെ ആയിട്ട് വന്നിരുന്നു. പക്ഷേ അതൊന്നും നാടിൻ്റെ വികസനത്തിന് അനുകൂലമായ നിലപാടല്ല. ഈ ആല് വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഈ റോഡ് വികസിപ്പിച്ച് ഗതാഗതം സൗകര്യപ്രദമായി നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനു മുൻപും നിരവധി തവണ ആൽമരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകളായി നഗരത്തിൽ തണലേകി നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ പ്രകൃതി സ്നേഹികൾ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ വേരുകൾ ആഴ്ന്നിറങ്ങി സംരക്ഷണ ഭിത്തി തകർച്ചയിലായതോടെ മരം വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. KSTA മൂവാറ്റുപുഴ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർപ്പന്തൽ ആരംഭിച്ചു. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കുമായി മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ UP സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിന് സമീപമാണ് തണ്ണീർപ്പന്തൽ ഒരുക്കിയിട്ടുള്ളത്. DYFI ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. സന്യാസി സമൂഹമായ ജൂന അഖാഡിയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതിക്ക് ആനിക്കാട് തിരുവമ്പ്രാവിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് സ്വീകരണം നൽകിയത്. ക്ഷേത്രം കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. സത്സംഗത്തിൽ പങ്കെടുത്ത പൂജാ പഠന ക്യാമ്പിലെ പഠിതാക്കളുമായി സംവദിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.